إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. എത്രയും പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ എന്ന പോലെ തന്നെ വളരെ ഗൗരവത്തിൽ നിങ്ങളേവരെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലും ഒരു ജൂത കൂട്ടം ഖബ്ബാബിൻ്റെ ആലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഖബ്ബാബ് തൻ്റെ ആലയിൽ ഒറ്റക്കാണ്. ആ വന്നതിൻ്റെ ഉദ്ദേശം അവരുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടുവാൻ വേണ്ടിയാണ്. അങ്ങനെ ആ മൂർച്ച കൂട്ടുന്നതിൻ്റെ ഇടയിൽ ഖബ്ബാബ് അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ആ ജൂത കൂട്ടരോട് ചോദിക്കുന്നുണ്ട്, മക്കയിൽ പുതിയതായി വന്നിട്ടുള്ള ഒരു പ്രവാചകനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു, കേട്ടിട്ടുണ്ട്, മുഹമ്മദിനെ പറ്റി കേട്ടിട്ടുണ്ട്. മുഹമ്മദ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതെ, ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് ശരിയെന്ന. അതിന് വല്ലാത്ത ഒരു സ്വാധീനമുണ്ട്. അതിനെ പിന്തുടരാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ ജൂത കൂട്ടരോട് ഖബ്ബാബ് പറയുകയാണ്. ഈ വർത്തമാനം കഴിഞ്ഞ് അതേ ആലയിൽ ആരുമില്ലാത്ത സമയത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്യുക, പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതേ ആലയിൽ ഉണ്ടായിരുന്ന ചുട്ട പഴുത്ത അതേ ആയുധങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്ത്
തിരിച്ചു നിർത്തി തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രം പുറകിൽ നിന്ന് വലിച്ചു കീറി. അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പുറഭാഗത്തു നിന്നും മാംസങ്ങൾ പിഴുതെടുത്തു. എന്നിട്ട് താക്കീത് കൊടുത്തു, ഇനി മുഹമ്മദിനെ പറ്റി മിണ്ടിയാൽ, സംസാരിച്ചാൽ ഇതായിരിക്കും നിനക്കുണ്ടാകുന്ന അവസ്ഥ. അങ്ങനെ കുറേ കാലങ്ങൾ കടന്നു പോവുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു കൂട്ടം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഖബ്ബാബുണ്ട്, ബിലാലുണ്ട്, അമ്മാറും യാസിറും ഒക്കെ അടങ്ങിയിട്ടുള്ള അടിമകളായിട്ടുള്ള ഒരു ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് എത്തുന്നത്. രണ്ട് കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയുണ്ടായത്. നബിയെ, അള്ളാഹുവിലും അങ്ങിലും വിശ്വസിച്ചതിൻ്റെ പേരിൽ വല്ലാത്ത ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ആ പീഡനങ്ങളിൻ്റെ എത്രത്തോളം ആധിക്യമെന്ന് വെച്ചാൽ അദ്ദേഹം പുറംതിരിഞ്ഞ് കാണിച്ചു. ശരീരത്ത് നോക്കുമ്പോൾ എല്ല് കാണുന്ന രീതിയിൽ അത്രത്തോളം അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ബോധരഹിതരായി വീണിട്ടുണ്ട്. ചോദിക്കുകയാണ്, ഖബാബ് അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള കൂട്ടത്തിൽ, മറ്റാ തദ്ഉല്ലാഹി ലനാ, നബിയെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങ് ദുആ ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ നബിയെ, എപ്പോഴാണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? മത്താ തൻതസിറു ലനാ, നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടല്ലോ പ്രവാചകരെ, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുണ്ടാകുന്ന സഹായം നമുക്ക് ലഭിക്കുന്നതെന്ന് ഖബാബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട പ്രവാചകൻ അത്തരം ഭീകരമായ രീതിയിലൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല. പ്രവാചകൻ അല്പനേരം മൗനത്തിലായി എന്ന മൗനം വെടിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് അൽ ബഖറ അതിലെ 214-ാമത്തെ വചനം ഇറക്കി കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കേണ്ട, വളരെ ആയത്തിൽ പഠിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് അൽ ബഖറയിലെ 214-ാമത്തെ ആയത്ത്. എന്താണ് അള്ളാഹു അതിലൂടെ പറയുന്നത്? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ يأتكم مثل الذين خلوا من قبلكم أم حسبتم أن تدخلوا الجنة. വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്കങ്ങ് വെറുതെ അങ്ങ് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? വല്ലാത്ത ചോദ്യം അല്ല ചോദിക്കുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കണം. ആരോടാണ് ചോദിക്കുന്നത്? മഹാനായ സ്വഹാബി ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അല്ലാഹ് 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 എന്ന് വിളിച്ചതിന്റെ പേരിലല്ല ക്രൂരമായി കൊണ്ട് പീഡിപ്പിച്ചത്, മറിച്ചോ അഹദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ മാത്രമെന്ന, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ക്രൂരമായിട്ടുള്ള പീഡനമുറകൾ അവർ ഏറ്റുവാങ്ങിയത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേരെന്താ? അബ്ദുള്ള എന്നാ. എന്താ അബ്ദുള്ളയുടെ അർത്ഥം? അള്ളാഹുവിൻ്റെ അടിമ എന്നാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള, എന്താ? അള്ളാഹുവിൻ്റെ അടിമ എന്ന. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനുള്ള വിശ്വാസമുണ്ട്. പക്ഷെ എവിടെയാണ് വ്യത്യാസം? അത് അവൻ മാത്രമെന്നുള്ളതിനാണ്. അങ്ങനെ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ, എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമൂഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് പരാതി പറയുന്ന, നബിയെ എപ്പോഴാണ് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് സഹായം ഉണ്ടാകുന്നത്? അള്ളാഹ് പറയുകയാ, വെറുതെ അങ്ങ് കയറി ചെല്ലാൻ പറ്റുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ,
കൊതിക്കുന്നുണ്ടോ എന്ന്. ആരോടാ? സ്വഹാബത്തിനോട്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധന രംഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിനെ പറ്റി താക്കീത് ചെയ്തു കൊടുത്തു. പക്ഷെ അവർ ആരും തന്നെ കേട്ടില്ലെന്ന, ശ്രവിച്ചില്ലെന്ന. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാളെ കണ്ടു, രണ്ടാളെ കണ്ടു, രാവിലെ അവരെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അവരോടൊന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത തവണ അവരെ കാണുമ്പോൾ ആ പ്രവാചകനെ കാണേണ്ട താമസം അവിടെ നിന്നും അകന്നോടുമെന്ന. അങ്ങനെ അത്രത്തോളം രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആ പ്രവാചകൻ ദഅവത്ത് ചെയ്തു. പക്ഷെ ആരും എന്ത് ചെയ്തില്ല? ചെവി കൊടുത്തില്ലെന്ന. നമുക്കറിയാം, ക്രൂരനായിട്ടുള്ള ഒരു ആളിൻ്റെ അടുക്കലേക്കാണ് മഹാനായ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പറഞ്ഞയക്കുന്നത്. ഡിക്റ്റേറ്റർ എന്ന് നമ്മളൊക്കെ ഇന്ന് വിളിക്കുന്ന സ്വേച്ഛാധിപതിനായിട്ടുള്ള ഫിർഔന്റെ അടുക്കലേക്കാണ് പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പറഞ്ഞയക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആരെയും ഒന്നും ത്യജിക്കാതെ, ത്യാഗം ചെയ്യാതെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമല്ല സ്വർഗമെന്ന് സഹോദരന്മാരെ, വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിച്ചവരാ. ഹിദായത്ത് എന്ന അനുഗ്രഹം നമുക്ക് ലഭിച്ചവരാ. അൽഹംദുലില്ലാഹ്, ഇതേ അവസ്ഥയിൽ നിന്ന് തന്നെ നമുക്ക് പിരിഞ്ഞു പോകാൻ പറ്റുമെന്ന് നമുക്ക് ആർക്കും തന്നെ ഉറപ്പു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ സ്വർഗത്തിലേക്ക് എത്തിച്ചെല്ലുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ്. ത്യാഗം ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല الرسول والذين آمنوا معه മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. ആ പ്രയാസങ്ങൾ, ആ പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് പരാതിയുമായി കൊണ്ട് കടന്നു വന്ന ആ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തതെന്താ? നിങ്ങൾക്ക് മുമ്പും ഇതേപോലെ പ്രവാചകന്മാരുണ്ട്, അവർക്കൊക്കെ അനുയായികളുമുണ്ട്, അവരൊക്കെ ഇത്തരത്തിലുള്ള പീഡനങ്ങളും അതേപോലെ തന്നെ പ്രയാസങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും സഹിക്കാതെ, ഇതൊന്നും അനുഭവിക്കാതെ എളുപ്പത്തിൽ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മോടൊന്ന് ചോദിക്കേണ്ടതുണ്ട്, എന്തുണ്ട് നമ്മുടെ കരങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ റബ്ബേ ഇന്നത് ചെയ്തിട്ടുണ്ട് റബ്ബേ, ഇന്നത് ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് ഉറപ്പിച്ചു പറയുവാൻ മാത്രമുള്ള അമലുസ് സ്വാലിഹാത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 30, 40, 50 വർഷങ്ങളുമൊക്കെ ഏറെയായല്ലോ സഹോദരന്മാരെ. എന്തുണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകന്മാരുടെയും സലഫുസ് സ്വാലിഹീങ്ങളുടെ പാതയുമൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. മഹാനായ സ്വഹാബി മിസ്അബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ കേവലം ചെറുപ്പക്കാരനാണ്, 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻത മുകർരിഉൻ, ഖുർആൻ പഠിച്ചവനാണ്, അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം? ആദ്യമായി കൊണ്ട് ഒരു വിഭാഗം ആളുകൾ എത്യോപ്യയിലേക്ക് പര്യടനം നടത്തുന്നുണ്ട്, ഹിജ്റ പോകുന്നുണ്ട്, ആ കൂട്ടത്തിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചെന്ന. അങ്ങനെ എത്യോപ്യയിൽ നിന്നും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങൾ ശേഷം അദ്ദേഹം കടന്നു വന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ യസ്രിബിലേക്ക് അയക്കുകയാണ്. അഥവാ ഇന്നത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന എന്ന് പറയുന്ന മദീനത്തുർ റസൂൽ അഥവാ പണ്ടത്തെ യസ്രിബിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകനും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു കൂട്ടം ആളുകൾ അഥവാ
അഥവാ അൻസ്വാറുകൾ അറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വലഅൽ ബദറു അലൈന എന്ന് പാടിക്കൊണ്ട് ദഫ് മുട്ടുകൊണ്ട് സ്വീകരിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ അൻസാറുകളുടെ ഉസ്താദാണ് യഥാർത്ഥത്തിൽ ആര്? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്നുള്ളത്. ഞാൻ പറഞ്ഞു നിർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ യസ്രിബിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ എത്തി. അവിടെ ഖൗസും ഖസ്റജും ഒക്കെ അടങ്ങിയിട്ടുള്ള ജൂത കൂട്ടന്മാർ അല്ലെങ്കിൽ ജൂത വിഭാഗങ്ങളാണ് അവിടെ ഭരിച്ചിരുന്നത്, അവിടെ താമസിച്ചിരുന്നത്. അവരുടെ അടുക്കലേക്ക് ചെന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുമായി കൊണ്ട് അദ്ദേഹം അവരുടെ ഇടയിലേക്ക് ദഅവത്ത് നടത്തി. അവരുടെ സ്വാധീനമുണ്ടായി. നേതാക്കൾ മാറിയപ്പോൾ അതേ വിഭാഗം ഒറ്റടങ്കം അവർ ഇസ്ലാം സ്വീകരിച്ചെന്ന അങ്ങനെയുണ്ടായിരുന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 തവണ വിതുമ്പുന്നതായിക്കൊണ്ട് കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒന്നാമത്തെ അവസ്ഥ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം, യുവാവായിരുന്ന കാലഘട്ടത്ത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ധനാഢ്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. അദ്ദേഹം പൂശിയ വസ്ത്രം, അദ്ദേഹം പൂശിയിരുന്ന അത്തർ, അതിൻ്റെ മണം അങ്ങനെ അടിച്ചു വീശുമാറുമായിരുന്നുവെന്നാണ്. അത് രസിക്കാൻ വേണ്ടി, അത് ശ്വസിക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുമാറുമായിരുന്നുവെന്നാണ്. വളരെ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ്. അങ്ങനെയുണ്ടായിരുന്ന അദ്ദേഹം എത്യോപ്യയിൽ നിന്നും മടങ്ങിയെത്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം വളരെ ചുറ്റിച്ചുളങ്ങിയ അവസ്ഥയിലേക്ക്, വസ്ത്രങ്ങളൊക്കെ കീറിപ്പറഞ്ഞു പോയിട്ടുണ്ട്, താടിമുടികളൊക്കെ ജട പിടിച്ചിട്ടുണ്ട്, വല്ലാത്തൊരു അവസ്ഥയിൽ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മിസ്അബേ എന്തൊരു കോലമാണിത്, എന്തൊരു കോലമാണിത് മിസ്അബേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രവാചകരെ അതിനെന്താ, അതിനേക്കാളുമൊക്കെ ഖൈറായിട്ടുള്ള ഈമാൻ അള്ളാഹു പകർന്ന് നൽകിയില്ലേ എന്നാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അതേ മിസ്അബിനെ നോക്കിക്കൊണ്ട് 2ാമത്തെ വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പുന്നുണ്ട്. നമ്മളൊക്കെ സുപരിചിതമായിട്ടുള്ള ചരിത്രമാണ്. ഉഹദിന്റെ രണാങ്കണത്ത് ഷഹീദായിക്കൊണ്ട് കിടക്കുന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത്തെ തവണ വിതുമ്പുന്നതെന്ന്. തല മറക്കുന്ന സമയത്ത് കാല് പുറത്താകുകയാണ്. കഫം പുടവ കൊണ്ട് കാല് മറക്കുമ്പോൾ തല പുറത്താകുകയും, ചുരുക്കി പറഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ള കൃത്യമായി കൊണ്ട് നല്ലൊരു രീതിയിൽ കഫം പുടവ പോലും സ്വന്തമാക്കിക്കൊണ്ട് പോവാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ആ സ്വഹാബി കടന്നുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ആ സ്വഹാബിയുമൊക്കെ കടന്നു പോകേണ്ട സ്വർഗത്തിൽ കയറിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണ്, കൊതിക്കുന്നവരാണ്. ഞാനും നിങ്ങൾ ഓരോരുത്തരും എന്തുണ്ട്, വീണ്ടും ചോദിക്കുകയാണ്, എന്തുണ്ട് നമ്മുടെ കരങ്ങളിലെന്ന് ആത്മാർത്ഥമായി കൊണ്ടൊന്ന് ചോദിക്കേണ്ടതുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് മഹദിയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു വരുന്ന രംഗമുണ്ട്. അന്ന് മക്കയിൽ വളരെ സ്വാധീനമായിട്ടുള്ള ഒരു ബിസിനസ് വുമനാണ് ആര്? ഖദീജ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവസാന രംഗം അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. കൊണ്ടും കൊടുച്ചുകൊണ്ടും ജീവിച്ചു. അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിശപ്പിൻ്റെ അങ്ങേയറ്റം സഹിച്ചു പോയിട്ടുള്ള ദാമ്പത്യ ജീവിതം അവർക്ക് മുമ്പിൽ നമുക്ക് പറയാനുണ്ട്. പച്ചില നിന്നുകൊണ്ട്, ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടി പച്ചിലകൾ പോലും തിന്നുകൊണ്ട് ജീവിച്ച കാലഘട്ടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ചരിത്രം. എന്തിനു വേണ്ടിയാണ് അവർ ഈ ത്യാഗങ്ങൾ ചെയ്യിച്ചത്? എന്തിനു വേണ്ടിയാണ്? നാളെ വരാനിരിക്കുന്ന പാരത്രികമായ ലോകത്ത് വിജയിക്കാൻ വേണ്ടിയാ, നരകത്തിൽ നിന്നും മോചിതനാവാൻ വേണ്ടിയാ. ഞാനും നിങ്ങളുമൊക്കെ കൊതിക്കുന്ന റബ്ബേ, എന്നെയും എൻ്റെ കുടുംബത്തെയും റബ്ബേ നീ സ്വർഗത്തിലാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലേക്ക്, അവിടേക്ക് പോകാൻ വേണ്ടിയാണ് അവരൊക്കെ ഈ ത്യാഗങ്ങൾ ത്യജിച്ചത്, അനുഭവിച്ചത്. സഹോദരന്മാരെ, എന്തുണ്ട് നമ്മുടെ കരങ്ങളിൽ? റബ്ബേ ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, റബ്ബേ ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ എന്താണ് നമ്മുടെ കരങ്ങളിലുള്ളത് എന്ന് വളരെ ആയത്തിൽ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മറ്റൊരു സ്വഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരനാ,
യുവാവാണ്, കേവലം 17 വയസ്സ് മാത്രമേ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമുള്ളൂ എന്ന. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നെത്തിയ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് ഉമ്മ പറയുന്നുണ്ട്, സഅദേ, നീ ഈ പുതിയ മതത്തിൽ നിന്നും പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ, മുഹമ്മദിൻ്റെ അനുയായികളെ നീ അവന് പേര് പിരിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ നിന്റെ ഉമ്മ വെന്തുരിഞ്ഞുകൊണ്ട് മരിച്ചു കളയും, ഒന്നും കഴിക്കാതെ അവിടുന്ന് വെന്തുരിഞ്ഞുകൊണ്ട് മരിച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഉമ്മ എന്നുള്ളത് ഏതൊരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ആ ഉമ്മയെ വിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് മഹാനായ സ്വഹാബി കടന്നു ചെല്ലുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി, പ്രവാചകൻ അദ്ദേഹത്തെ സ്വാന്തനിപ്പിക്കുന്നുണ്ട്. എനിക്കും ഉമ്മയും ഉപ്പയും ഇല്ലല്ലോ സഅദേ, ഇർമി ഫിദാക അബി വ ഉമ്മി, എനിക്ക് നിനക്ക് പകരമായിക്കൊണ്ട് നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ ഉമ്മയും ഉപ്പയും നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. ഇത്തരത്തിലുള്ള സ്വഹാബത്തുകൾ കടന്നുപോയ പാതയിലൂടെ നമ്മൾ കൊതിക്കുകയാണ് ആ സ്വർഗ്ഗത്തിലേക്ക് എത്താമെന്നുള്ളത്. ആ സ്വഹാബത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാ? വസ്വഹാബി കന്നുജൂം, അഥവാ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് എൻ്റെ സ്വഹാബത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമുക്കറിയാം, നക്ഷത്രം നമ്മുടെ ചന്ദ്രൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നക്ഷത്രമാണ്. ദുനിയാവിലെ ഏത് ദിക്കിൽ നിന്ന് നമുക്ക് എടുത്തു നോക്കിയാൽ കാണുന്ന രീതിയിൽ അത്രത്തോളം തെളിമയാർന്നിട്ടുള്ള ജീവിതമാർഗമാണ്, ജീവിത ശൈലിയാണ് അവർ നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്ക് മാതൃകയാണ് സഹോദരന്മാരെ. നമുക്കൊക്കെ അത്രയ്ക്കും വലുത് അവർ ചെയ്തതിന് അത്രയും നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ചെറുതായ രീതിയിൽ പോലും നമുക്ക് ചെയ്യാൻ അമലുകളുമായിക്കൊണ്ട്, സൽക്കർമ്മങ്ങളുമായിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്പമൊക്കെ ഉറക്കം മാറ്റി വെക്കേണ്ടി വരും, അല്പമൊക്കെ സമ്പത്ത് മാറ്റി വെക്കേണ്ടി വരും. സുബൈക്ക് പള്ളി മിനാരത്തിൽ നിന്നും വാങ്കുലി കേൾക്കുമ്പോൾ ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കണമെങ്കിൽ ആ ഉറക്കം നമ്മൾ മാറ്റിവെക്കണം. ഒരു അത്യാവശ്യമായിക്കൊണ്ട് ഒരു സഹോദരൻ ഹോസ്പിറ്റൽ കേസുമായിക്കൊണ്ട് നമ്മളെ സമീപിക്കുകയാണ്. ഇത്രയും പൈസ വേണം, നമ്മളെ കയ്യിൽ സമ്പത്തുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പര കയറ്റാൻ വേണ്ടി, വീട് പണിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ച സമ്പത്തായേക്കാം, നമ്മുടെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച സമ്പത്തായേക്കാം. ആ സമ്പത്തിൽ നിന്നും പകുതി അല്ലെങ്കിൽ അതിൽ നിന്നൊരു അംശം നമുക്ക് മാറ്റിവെക്കാൻ, നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിനടുത്ത് പറയാം, റബ്ബേ ഇന്നത് ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള അവസ്ഥകളെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ ഒരിക്കലും നാളത്തേക്കാക്കരുത്. നാളെയാകട്ടെ ഇങ്ങനെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ ആളുകളും ഇന്ന് 6 അടി മണ്ണിൻ്റെ അടിയിലാണ്. അതുകൊണ്ട് ഒരിക്കലും നാളത്തേക്ക് പിൻവലിയാതെ കിട്ടിയ അവസരങ്ങളെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ, അമലു സ്വാലിഹാത്തുകൾ, സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ആ സ്വർഗം അങ്ങോട്ട് കയറി ചെല്ലാമെന്നുള്ളത് ഒരു ഷോർട്ട് കട്ട് വഴിയും അതിനില്ല എന്നുള്ളതാണ്. എളുപ്പത്തിൽ ചെല്ലാൻ പറ്റില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, കൃത്യമായി കിട്ടുന്ന ഏതൊരു അവസരമാകട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു അവസരമാകട്ടെ, അതിനെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും മരണപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ, അവൻ്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, കുറേ അവൻ്റെ അക്കൗണ്ടിൽ ധാരാളം മില്യൺ കണക്കിന് ലക്ഷക്കണക്കിന് സമ്പത്തുള്ള ഒരു മനുഷ്യനാണ്. അവൻ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അവൻ്റെ റൂഹ് ആഗ്രഹിക്കുന്ന ഒരു രംഗത്തെ പറ്റി നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, അവൻ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അവൻ മോശമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ, അവൻ ജീവിതം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവനൊന്ന് കൊതിക്കുമെന്ന്, ഒന്ന് തിരിച്ചെന്നെ ദുനിയാവിലേക്ക് പറഞ്ഞേക്ക്, ദുനിയാവിലേക്കൊന്ന് തിരിച്ചേക്ക്, ഞാൻ കാണിച്ചു തരാം ഏറ്റവും നല്ല രീതി ഏതാണോ അത്തരത്തിൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നവനായിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന്
വിശുദ്ധ ഖുർആനിലെ വരികൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും സാധിക്കുകയില്ല. ആ മലക്കുൽ മൗത്ത് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ സഹോദരന്മാര് പിന്നീട് ഒരു തിരിച്ചൊരു മടക്കം ഒരിക്കലും സാധിക്കുകയില്ല. ഏതുപോലെ ഫിർഔന് ഉറപ്പ് വന്നു, വെള്ളം വന്ന് മൂടിക്കഴിഞ്ഞു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ സ്വഹാബത്തും ആ ചെങ്കടലിനപ്പുറത്തെത്തി. ആ ഫിർഔനും കൂട്ടരും ഇതാ ആ കടൽ പൂർണ്ണമായി കൊണ്ടവരെ മൂടിയിരിക്കുന്നു. മരണത്തെ നേരോട് കണ്ണിൽ കാണുന്ന രംഗത്ത് മനസ്സിലായി ഒരു രക്ഷയുമില്ല. പറയുന്നുണ്ട് റബ്ബി മൂസ വ ഹാറൂൻ, ആ മൂസയുടെ ഹാറൂനിന്റെ റബ്ബിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവസാന രംഗത്ത് പറയുന്നൊരു വർത്തമാനമുണ്ട്. ആ സമയം വരെയും ഒരിക്കലും വിശ്വാസികളെ നമ്മൾ കാത്തു നിൽക്കരുത്. മരണം ഏത് നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങളെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറു വലിജമീഇൽ മുസ്ലിമീന ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين وأسلم ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين يا أيها الناس أوصيكم وإياي وثانيا بتقوى الله. എത്രയും പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സ്വഹാബത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ഒക്കെ ചരിത്രം നമ്മൾ കേൾക്കുന്നത് ഒരു ചെവിയിൽ നിന്ന് കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ളതല്ല. മറിച്ച് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അതുപോലെ ആകാൻ സാധിക്കില്ല, എന്നാൽ കൂടി അവർ ചെയ്ത ആ വഴിയിലൂടെയെങ്കിലും സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമുക്ക് ഓരോ ചരിത്രങ്ങളും നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നിർത്തി ആ സ്വർഗം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബിനടുത്ത്, എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുന്നുണ്ട്, നിരന്തരമായിക്കൊണ്ട് 5 വക്തിലും ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നിടത്തേക്ക് കയറി ചെല്ലണമെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ സഹിക്കാൻ നമുക്ക്, ത്യജിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ ഇടയിലേക്ക് നമുക്കും കയറി ചെല്ലാൻ സാധിക്കുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ അതിൻ്റെ വിശദീകരണം എന്നോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചെല്ലുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു മാസത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് നാം ഓരോരുത്തരും. നമ്മുടെ പള്ളിയിൽ നിന്നും ഒരു കൂട്ടം ഇന്ന് അള്ളാഹുവിൻ്റെ വിളിക്ക് അവർ ആ ക്ഷണത്തിന് സ്വീകരിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായി കൊണ്ട് പഠിപ്പിച്ച 4 മാസങ്ങളുണ്ട്. ആ ഒരു മാസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ദുൽഹിജ്ജയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ശ്രേഷ്ഠതകളുള്ള, ധാരാളം പവിത്രതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസത്തേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചു പോകാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തെയെങ്കിലും കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസങ്ങളെ പറ്റി, അഥവാ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 ദിവസങ്ങളെ, ആ 10 ദിവസങ്ങളുള്ള സൽക്രമങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണെന്ന് മറ്റു ദിവസങ്ങളെക്കാളെന്ന് പഠിപ്പിക്കുകയാണ്. ഇത് കേട്ട സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഖാല യാ റസൂലുള്ളാഹ് വലാ ജിഹാദു ഫീ സബീലില്ലാഹ്.
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന ജിഹാദോ അതിനേക്കാളും വലുതാണോ റസൂലെ എന്ന് സ്വഹാബി ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടി വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിച്ച ആ 10 ദിനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ അമലു സാലിഹാത്തുകൾ കൊണ്ട് സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറാൻ വിശ്വാസികളെ, സഹോദരന്മാരെ, നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആ ദിവസം എന്തുകൊണ്ടാണ് ആ 10 ദിവസങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠതയുള്ളത് എന്ന് മുഫസ്സിരീങ്ങളും അതേപോലെ തന്നെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്നു ഹജർ പോലെയുള്ള പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയത് ഉമ്മഹാത്തായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കർമ്മങ്ങൾ സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് ഏത് ദുൽഹജ്ജിൽ കടന്നു വരുന്നതെന്നുള്ളതാണ്. മറ്റുള്ള മാസം നമുക്ക് നമസ്കാരമുണ്ട്, സ്വതക്കയുണ്ട്, നോമ്പുമൊക്കെ എടുക്കാം. പക്ഷേ ഹജ്ജ് വരുന്നത് ദുൽഹജ്ജിൽ മാത്രമാണ്. അതുകൊണ്ട് ഈ സമ്മേളിക്കുന്ന ഉമ്മഹാത്തായിട്ടുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള ഈ കർമ്മങ്ങൾ ഒത്തുചേരുന്നത് കൊണ്ട് തന്നെ ഈ ദിവസങ്ങൾക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട്, ആ ദിനങ്ങൾക്ക് വല്ലാത്ത ശ്രേഷ്ഠത, പവിത്രതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ ധാരാളമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ അധികരിപ്പിച്ചിരുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണം, ഫീഹിന്ന മിനത് തഹ്ലീൽ വതക്ബീർ, അതുപോലെ തന്നെ വതഹ്മീദ്, നിങ്ങൾ തഹ്ലീലുകൾ അധികരിപ്പിക്കണം. തഹ്ലീൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. തക്ബീറുകൾ നിങ്ങൾ അധികരിപ്പിക്കണം. എന്താണ് തക്ബീർ? അല്ലാഹു അക്ബർ. തഹ്മീദുകൾ നിങ്ങൾ അധികരിപ്പിക്കണം. എന്താണ് തഹ്മീദ്? അൽഹംദുലില്ലാഹ്. ഈ ദിക്റുകൾ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ആ 10 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസമാണ് യൗമുൽ അറഫ എന്നുള്ളത്. അഥവാ ആ ദുൽഹിജ്ജയിലെ 9ാമത്തെ ദിവസം. അന്ന് അറഫയിൽ മക്കയിലെ ഹാജികൾ സമ്മേളിക്കുന്ന ദിവസം. അന്ന് പുറമെയുള്ള ആളുകൾക്ക് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അഥവാ കൃത്യമായി കൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ മാസം അനുസരിച്ചുകൊണ്ട് 9 ഏതാണോ നമുക്ക് ദിവസം എത്തുന്നത്, അന്നേ ദിവസം നമ്മുടെ നാട്ടിൽ 9ാമത്തെ ദിവസം ഏതാണോ എത്തുന്നത്, അന്നേ ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? അതിൻ്റെ ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതോ യുകഫിറു സനതൽ മാദിയ, നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഒരു വർഷത്തെ പാപം എന്ത് ചെയ്യും? അള്ളാഹു മായ്ച്ചു തരും. അത് മാത്രമാണോ? ഇല്ല, വൽ ബാഖിയ. അതേപോലെ തന്നെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള വർഷത്തിൻ്റെ പാപങ്ങൾ, ചെറുപാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്ന് പഠിപ്പിച്ച ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പാണ് ദുൽഹജ്ജ് 9-നുള്ള നോമ്പ് എന്നുള്ളത്, അഥവാ യൗമുൽ അറഫ എന്നുള്ളത്. അതുകൊണ്ട് ഈ സമ്മേളിക്കുന്ന അമലു സാലിഹാത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കുമാറായിരുന്നു എന്നാണ് നമുക്കറിയാം. വ്യാഴം, അതേപോലെ തന്നെ തിങ്കൾ ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായിക്കൊണ്ട് പഠിപ്പിച്ച നോമ്പുകളുണ്ട്. ആ നോമ്പുകൾ നമ്മൾ പിടിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ 10 ദിവസങ്ങളെ വിശ്വാസികളെ, സഹോദരന്മാരെ, നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നമുക്ക് പറയാം, അല്ലാഹുവേ, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഈ ദിവസങ്ങളിൽ ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു പറയാൻ സാധിക്കും വിശ്വാസികളെ, റബ്ബേ, ഇന്നത് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി കിട്ടുന്ന അവസരത്തെ മുതലാക്കുവാൻ, ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന സ്വതക്ക എന്നുള്ളത് പള്ളി പരിപാലനത്തിന് വേണ്ടിയുള്ളതാണ്. പള്ളി പരിപാലനം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹിൻ്റെ അടുത്തു നിന്നും നിഅമത്ത് അല്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുത്തു നിന്നും പ്രതിഫലം ലഭിക്കുന്ന ഒരു സ്വതക്കയാണ് എന്ത്? പള്ളിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കിട്ടിയ ഇതും ഒരു അവസരമാണ്. നമ്മൾ
അതിനെ ഉപയോഗിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹിൻ്റെ മാർഗത്തിലേക്കാണ് പോകുന്നത്, കൊടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വതക്കകളും സ്വാലിഹായിട്ടുള്ള അമലുകളും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗം സ്വർഗത്തിലേക്കും മറുഭാഗം നരകത്തിലേക്കും പറഞ്ഞയക്കപ്പെടുമ്പോൾ ആ സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ മുവഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجر والدينا من النار، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين 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 برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد